ഹായ് വെൽക്കം ടു എഫ് കുക്കറി വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തവ ചിക്കൻ ആണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനാവശ്യമായിട്ട് ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറിയ പീസായിട്ട് നുറുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമിയിട്ട് അരമണിക്കൂർ മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ് കേട്ടോ. മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും പൊടി പൊടിയായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 പച്ചമുളകാണ്. നീളത്തിലുള്ള 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് തന്നെ 1.25 ടേബിൾ സ്പൂണോളം ജിഞ്ചറും 1.25 ടേബിൾ സ്പൂണോളം ഗാർലിക്കും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിലേക്ക് ഒരു തവ വയ്ക്കുക. തവ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മുഴുവനായിട്ടും ചിക്കൻ ഞാൻ ഇതിനകത്തോട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ഇട്ട് വേവിച്ചെടുക്കുന്നത് കൊണ്ടാണ് ചിക്കൻ്റെ പീസ് ചെറുതായിട്ട് നുറുക്കിയെടുക്കണമെന്ന് പറയുന്നത്. വലിയ പീസായിട്ട് വേണം എന്നുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം, കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. ഒരു 1/4 ഭാഗം വേവിച്ചിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇതാണ് ഏറ്റവും ടേസ്റ്റ്. ഇങ്ങനെ സാധാരണ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ച് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലത്തെ തവയിൽ വെച്ച് ചെയ്യുമ്പോഴാണ്. ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അതിൻ്റെ ടേസ്റ്റിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് ഈ ചിക്കൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സ്റ്റേജിൽ ഞാൻ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ഇപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഇതുപോലെ ചിക്കനിൽ നിന്ന് ഒരുപാട് വെള്ളം ഊറി വരും. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇതിനകത്തോട്ട് ജിഞ്ചറും ഗാർലിക്കും അതുപോലെ പച്ചമുളകും ഇത് 3ഉം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയില്ലേ അതും കൂടി ഇതിൻ്റെ പുറത്തോട്ട് ഇട്ടിട്ട് 5 മിനിറ്റ് അങ്ങനെ അനക്കാതെ വെച്ചിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ടുണ്ട്. സവാള ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് അങ്ങനെ വേവിച്ചതാണ്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കുന്ന ഒരു പരിപാടി അല്ലാത്ത ഇതിനകത്ത് വേറെ ഒന്നുമില്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിന് ഒരു തവണയെങ്കിലും ചിക്കൻ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എല്ലാത്തിൻ്റെ കൂടെയും പോകുന്നൊരു ഡിഷാണ് കേട്ടോ ഇത്. സ്റ്റാർട്ടറായിട്ട് കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഞാൻ വീണ്ടും മൂടി വെച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മൂടി വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ ആ ഒരു കളറൊക്കെ ഒരു ഗോൾഡൻ കളർ ആ ഒരു ഷെയ്ഡിലോട്ട് വരും. ആ ഒരു ടൈമിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എത്രയാണോ സ്പൈസ് ആവശ്യം അത്രയും മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂണിനകത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവേ. എനിക്ക് കുറച്ച് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തത്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ആ ഒരു റോസ്മെല്ല് മുളക് പൊടിയുടെയൊക്കെ ആ ഒരു റോസ്മെല്ല് മാറുന്ന ടൈമിൽ ഇതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഇനി ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ മല്ലിയില തൂവി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് പെപ്പറും കൂടെ ഈ ടൈമിൽ ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. വളരെ ടേസ്റ്റിയാണ്. അതേസമയം നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.